പ്രിയനേ തിരുനാമമുയർത്തിയിടട്ടെ. തീർന്നിടേണമേ പ്രിയനേ തിരുനാമമുയർത്തിയിടട്ടെ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ വരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ശക്തിയോടെ ജീവിപ്പാൻ വരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ നിരന്തരമാ എന്നിൽ ഞങ്ങൾ എന്നിൽ അങ്ങേ പുകഴ്ചയ്ക്കും വക്രതനിറഞ്ഞ ലോകത്തിൽ നീ വിളിച്ചോനിന്റെ വക്രതനിറഞ്ഞ ലോകത്തിൽ നീ വിളിച്ചോനിന്റെ നിന്റെ അങ്ങേ പുകഴ്ചയ്ക്കും ഞങ്ങൾ ധരിച്ചു ചെയ്യും ക്രിയകൾ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ ഞങ്ങൾ നമുക്ക് പിന്നെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ പുറവശങ്ങളെ നമുക്ക് ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണത്തോടുകൂടെ കർത്താവിന്റെ അടുക്കലേക്ക് വചനവുമായിരിക്കും നമ്മുടെ കർത്താവിന്റെ അടുക്കലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ കർത്താവ് പരിശുദ്ധനാകയാൽ അവന്റെ മുൻപാകെ നാം ആയിരിക്കുമ്പോൾ വിശുദ്ധിയോടെ ആയിരിക്കേണ്ടത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഇടപാടും ഒക്കെയുള്ള എല്ലാ പുറവശങ്ങളും ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണത്തോടുകൂടെ
നമുക്ക് ദൈവസ്ഥിതിയിലായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വചനം പഠിപ്പിക്കുന്ന ദൈവദാസനെ ഓർത്തോളം നമുക്ക് ദൈവസ്ഥനെ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങൾ മറിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ശക്തിയോടെ നമുക്ക് ആലോചന പറഞ്ഞു തരുവാൻ തക്കവണ്ണം ദൈവദാസനെ ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവരെ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദാസനെയും കുടുംബത്തെയും ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കാം. തന്റെ ശുശ്രൂഷ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. അത് പ്രവർത്തനങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ട്, അവരുടെ വിടുതലുകൾക്ക് വേണ്ടി ദൈവത്തിനെ പ്രാർത്ഥിക്കാം. മറ്റേതെങ്കിലും പ്രയാസത്തിലൂടെ ആയിരിക്കുന്നുവെങ്കിൽ അതിന്മേലെല്ലാം ദൈവമായ കർത്താവ് വിടുതൽ നൽകുവാൻ തക്കവണ്ണം ദൈവത്തിലേക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ പ്രതിസന്ധികൾ കൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുന്നുണ്ട്. അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടായിരിക്കുമ്പോൾ അവരുടെ വിടുതലുകൾക്ക് വേണ്ടി അവരെ ദൈവമായ കർത്താവ് വിടുവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ വടക്ക് ഭാഗങ്ങളിലൊക്കെയും വളരെ മഴക്കെടുതികൾ ഈ ദിവസങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെയും വലിയ വിടുതലയക്കാം. കേരളത്തിൽ അതുപോലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അവിടുന്നെല്ലാം വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ സന്തോഷത്തോടെ ഇപ്രകാരമായിരിക്കുന്നുവെങ്കിൽ എത്രയോ ഭവനങ്ങൾ കണ്ണുനീരും വേദനയോടും ദുഃഖത്തിലും നെടുവീർപ്പിലുമായിരിക്കുന്നു. കഷ്ടനഷ്ടങ്ങൾ കൂടെ കടന്നുപോയിരിക്കുന്ന എത്രയോ ഭവനങ്ങൾ, എത്രയോ വേദനകൾ നിറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ വിടുതലിന് വേണ്ടി ദൈവമായ കർത്താവ് ഓരോരുത്തരെയും സന്ദർശിക്കേണ്ടതിന് വേണ്ടി, അനേക രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരേണ്ടതിന് വേണ്ടി ദൈവം ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണകൂടങ്ങളെയും ഭരണകർത്താക്കന്മാരെയും ഒക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സുവിശേഷ പ്രവർത്തനങ്ങളും മാധ്യമങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവമായ കർത്താവ് ഇതിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് കൂട്ടിവരുത്തുവാൻ തക്കമാണ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ രാകേഷ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാജാതിരാജാവും കർത്താവുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, 2024 വർഷം ഓഗസ്റ്റ് മാസത്തിന് ഈ അവസാനത്തെ ബുധനാഴ്ച 28-ാം തീയതി അംഗദാനം നൽകിയല്ലോ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് ഞങ്ങളുടെ ഉള്ളം കയ്യിൽ വഹിച്ച് കർത്താവെ അത്ഭുതമായി ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന ബ്ലസ്മിന്റെ പ്രവർത്തനങ്ങളെയും കർത്താവെ അത് പങ്കെടുക്കാൻ കർത്താവെ അത് അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ ദൈവമക്കളെല്ലാം കർത്താവ് സഹായിച്ചുള്ളൂ. കർത്താവ് ബലപ്പെടുത്തിനായി സ്തോത്രം ചെയ്യുന്ന ആപത്തും അനർത്ഥം നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവ് സ്തോത്രം അങ്ങയുടെ ദൈവ കാവൽ വ്യക്തമായി അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് വിശ്വസനം നിങ്ങൾ ഉറപ്പിച്ച് ദുഷ്ടന് കയ്യിലകപ്പെടുന്നതും കാത്തുകൊള്ളും എന്ന പൗലോസ് സഭയ്ക്ക് എഴുതുന്നത് ഞങ്ങൾക്ക് ദൈവമേ വചനങ്ങളെല്ലാം കർത്താവ് ബലമാണല്ലോ, ആശ്വാസമാണല്ലോ. അതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്വതീ 8-ാം മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ച ക്ലാസ്സിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവ് മുടങ്ങാതെ ക്ലാസ് നടത്തുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കൾക്കായി സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃത്യമായി ഞങ്ങളുടെ ദാസകർത്താവെ VS തോമസ് പാസ്റ്ററിനായി ശ്രദ്ധിക്കുന്ന എൻ്റെ കുടുംബത്തിനായി സ്തോത്രം, ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കും അതുപോലെ അനേക കൂടുതൽ അനുഗ്രഹമാക്കി അങ്ങയുടെ ആത്മാവ് തീർക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന വചനം ഹൃദയമാനുഗ്രഹം വിടുതലും ബലമാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ തന്നെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തതായി നിർത്തുവാൻ അത് സ്വയോഗ്യമാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ക്ലാസ്സിൽ പറഞ്ഞ തീർത്ത പോലെ പാറമേൽ വീണ കുട്ടികൾ ഹല്ലേലൂയ അനേക ജീവികൾക്ക് അപരാധം ചെയ്യുന്നവർക്ക് പാപപ്രവർത്തി ജനങ്ങളെ പഠിപ്പിക്കുന്നെങ്കിലും തൽക്കാലമായി മാത്രം നിൽക്കുന്ന ആ അനുഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ നാളുകളിൽ ഞങ്ങളുടെ ദേശത്തായിരിക്കും ജനങ്ങൾക്ക് പൂർണ്ണമായൊരു വിടുതൽ അനുഭവം കർത്താവ് നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകമായി അടുത്ത മാസത്തെ യാത്രയ്ക്കായി സ്വാതന്ത്ര്യത്തോടെ കർത്താവ് കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥന കുടുംബത്തിനായി ശ്രദ്ധിക്കുന്നു. ബാംഗ്ലൂരിലെ ക്ലാസ് എടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം വലിയ അനുഗ്രഹമാക്കി വിടുതലാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായി രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യപാശ്വത്താവെ സ്വന്തത്തെ അധ്യക്ഷനായിരിക്കുന്നു. ഗ്രസന്റിക്കായി സ്തോത്രം, കുടുംബമായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന തലമുറയ്ക്കായി സ്തോത്രം. അവിടെ വിഷയത്തിന്മേൽ അങ്ങനെ പ്രവൃത്തി അയക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി ശോഭത്താ ഞങ്ങളുടെ ദേശങ്ങൾ രാജ്യങ്ങൾ ഒക്കെ ഭാരപ്പെടുകയാണല്ലോ. അതിന് മധ്യത്തിൽ ഞങ്ങളെയും എല്ലാം കർത്താവ് ഉള്ളം കയ്യിൽ വൈകുന്ന കൃപയ്ക്കായി സ്തോത്രം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായി, കുഞ്ഞുങ്ങളെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരായി, ക്യാമ്പിൽ വസിക്കുന്ന അനേക ആയിരക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ. അവരിൽ ഞങ്ങളെ ഈ സന്ധ്യാസമയം വീണ്ടും ഓർക്കുന്നു. കർത്താവിൻ്റെ സമാധാനം, ആശ്വാസം അയക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്കായി സ്തോത്രം
സ്തോത്രം ചെയ്യുന്നത്. വിശ്വസ്തരായ പന്തേ ഭയത്തോടെ ഭരിപ്പാൻ, നീതി ന്യായത്തോടെ ഭരിപ്പാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുശേഷ പ്രവർത്തനങ്ങൾക്കായി സുശേഷകർക്കായി പ്രാർത്ഥിക്കുന്നു, സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ദൈവം അനുഗ്രഹമായി നടത്തപ്പെടുവാൻ കർത്താവിന് നാമമഹത്വം കർത്താവിനെ സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്വതം ക്ലാസ്സിനായി സ്തുതിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ ബലപ്പെടുത്തുവാൻ കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവർക്കായി സ്തുതിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന ജീവിതം കർത്താവ് കൂട്ടിവെക്കണമേ. നെറ്റിൻ്റെ പ്രയാസമൊന്നുമില്ലാതെ അങ്ങനെ വചനം ബലം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഓരോ കൂട്ടായ്മയും അങ്ങനെ നാമമഹത്വം ഞങ്ങൾ ആത്മീയ വർദ്ധനയ്ക്കും കർത്താവായി രണ്ടാമത്തെ വരവണികൾ ഒരുക്കുവാൻ കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ആവശ്യപ്പെട്ടവർക്കായ സ്തോത്രം. അവരുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം, അനുഗ്രഹീഷനായ സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിച്ച ദൈവദാസന് ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് ദൈവത്തിന് വചനത്തിന് മുൻപാകെ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ കയ്യിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇത് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ രാത്രികാലം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേക